ക്ലസ്റ്ററിങ്ങിനകത്തെ പാർട്ടീഷനിങ് മെത്തേഡ്സ് ആയിരുന്നു. അതിനകത്ത് രണ്ട് സബ് ടോപ്പിക്കുകളാണുള്ളത്, കെ മീൻസും കെ മെഡോയിഡും. കെ മീൻസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. അതിന്റെ ബാക്കിയായിട്ട് വരുന്നതാണ് കെ മെഡോയിഡ്സ്. നമ്മൾ മുമ്പേ പഠിച്ച കെ മീൻസ് എന്ന് പറയുന്ന മെത്തേഡിന് ഒരു ഡ്രോബാക്ക് ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ കൈവശമുള്ള ഡേറ്റയെ ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഫോം ചെയ്യുമ്പം അതിനകത്ത് ഔട്ട്ലേയേഴ്സ് അല്ലെങ്കിൽ നോയ്സ്, അതായത് എറർ വരാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് പറയുന്നത്. കെ മീൻസ് യൂസ് ചെയ്ത് നമ്മൾ ക്ലസ്റ്ററിംഗ് പെർഫോം ചെയ്യുമ്പം ഔട്ട്ലേയേഴ്സ് നമ്മുടെ ക്ലസ്റ്ററിങ്ങിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ കെ മെഡോയിഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ എക്സാമ്പിളിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കെ മീൻസ് എന്ന് പറയുന്ന മെത്തേഡിന്റെ ഡ്രോബാക്ക് ആണ്. എക്സാമ്പിൾ നോക്കുക. 1 ഡയമെൻഷണൽ സ്പേസിനകത്ത് തന്നിരിക്കുന്ന 6 പോയിന്റുകളാണ് ഈ തന്നിരിക്കുന്നത്. 1 തൊട്ട് 3 വരെയും 8 തൊട്ട് 9 വരെയും അതുപോലെ 25 എന്ന് പറയുന്ന ഒരു നമ്പറും 6 നമ്പേഴ്സ് തന്നിരിക്കുന്നു. അപ്പൊ നമ്മളൊരു യൂസർ ഈ ഡേറ്റ എടുക്കുമ്പോൾ തന്നെ അയാൾക്കറിയാം ഏതൊക്കെ തമ്മിൽ ഒരു റിലേഷൻസ് വരുന്നത് അല്ലെങ്കിൽ സിമിലാരിറ്റി വരുന്നത് ഏതൊക്കെ തമ്മിലാണ്. 1, 2, 3 ആണ് അടുത്ത് കിടക്കുന്നത്, അതുപോലെ 8, 9, 10 ആണ് അടുത്ത് കിടക്കുന്നത്. ഈ തന്നിരിക്കുന്ന ഈ 5 ഡേറ്റേനെയും വെച്ച് നോക്കുമ്പോൾ 25 എന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടിലും ഒരുപാട് ഡിഫറൻസ് ഉള്ള ഒരു ഡേറ്റയാണ്. അപ്പൊ 25 എന്ന് പറയുന്നതായിരിക്കാം അവിടുത്തെ ഔട്ട്ലെയർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ നോയ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ക്ലസ്റ്ററിങ്ങിനകത്തെ കെ മീൻസ് പെർഫോം ചെയ്യുകയാണെങ്കിൽ, ഈ തന്നിരിക്കുന്ന ഡേറ്റ യൂസ് ചെയ്തിട്ട് കെ മീൻസ് പെർഫോം ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ ഐട്രേഷനകത്ത് നമ്മുടെ യൂസർ പാർട്ടീഷൻ ചെയ്യേണ്ട ക്ലസ്റ്ററിന്റെ നമ്പർ 2 ആയിട്ട് സെറ്റ് ചെയ്തെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ തന്നിരിക്കുന്ന ഡേറ്റാ സെറ്റിനകത്തെ ഡേറ്റകൾ മുഴുവനും ഉൾപ്പെടുത്തിയാണ് നമ്മൾ കെ മീൻസിനകത്ത് ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഔട്ട്ലയർ ആയ 25 എന്ന് പറയുന്ന ആ ഒരു ഡേറ്റയും കൂടെ എവിടെ വരും? നമ്മുടെ ക്ലസ്റ്ററിനകത്ത് വരും. ഇനി 2 ആയിട്ടാണ് പാർട്ടീഷൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഒന്നാമത്തെ ക്ലസ്റ്ററിനകത്ത് ഇവിടുത്തെ യൂസർ കൊടുത്തിരിക്കുന്നത് 1, 2, 3 എന്ന് പറയുന്ന ഡേറ്റ ഒബ്ജക്റ്റുകളും, രണ്ടാമത്തെ ക്ലസ്റ്ററിനകത്ത് ഇവിടുത്തെ യൂസർ കൊടുത്തിരിക്കുന്നത് 8, 9, 10, 25 എന്ന് പറയുന്ന നമ്പറും കൂടെ കൂട്ടിയാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ ഓരോ ക്ലസ്റ്ററിനകത്തെയും മീൻ വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് ആ മീനിൽ നിന്നും ബാക്കിയുള്ള ഡേറ്റ ഒബ്ജക്റ്റുകൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അതുപോലെ തന്നെ ഈ ക്ലസ്റ്ററിനകത്തെയും മീൻ വാല്യൂ കണ്ടുപിടിക്കുക. അതിൽ നിന്നും ഡേറ്റ ഒബ്ജക്റ്റുകളുടെ ഡിസ്റ്റൻസ് കണക്കാക്കുക. അപ്പൊ ഇവിടെ നമുക്കറിയാം 1, 2, 3 ആണ് ആദ്യത്തെ ക്ലസ്റ്ററിനകത്ത് വന്നിരിക്കുന്ന വാല്യൂ. അതിന്റെ മീൻ കണക്കാക്കുന്നത് എങ്ങനെയാ അല്ലെങ്കിൽ ആവറേജ് കണക്കാക്കുന്നത് എങ്ങനെയാ? 1, 2, 3 കൂടെ കൂട്ടിയിട്ട് എത്ര നമ്പർ ഓഫ് ഡേറ്റ ഒബ്ജക്ട്സ് വന്നിട്ടുണ്ടോ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ 1, 2, 3 കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 6 കിട്ടും. 6നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടുത്തെ മീൻ ആയിട്ട് കിട്ടുന്ന ഏത് വാല്യൂ ആണ്? 2 എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ക്ലസ്റ്ററിന്റെ മീൻ വാല്യൂ. അപ്പൊ നമ്മൾ എറർ റേറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കണക്കാക്കാൻ വേണ്ടി നമ്മൾ നേരത്തെ ഒരു ഇക്വേഷൻ പഠിച്ചായിരുന്നു. അത് യൂസ് ചെയ്ത് നമ്മൾ എറർ കണക്കാക്കുകയാണ്. നമ്മുടെ മീനിൽ നിന്നും നമ്മുടെ ഒന്നാമത്തെ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, അതുപോലെ നമ്മുടെ മീനിൽ നിന്നും രണ്ടാമത്തെ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്, അതുപോലെ മീനിൽ നിന്നും മൂന്നാമത്തെ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ്. ഇനി രണ്ടാമത്തെ ക്ലസ്റ്റർ എടുക്കുകയാണെങ്കിൽ ഈ 4 പോയിന്റും കൂടെ കൂട്ടിയിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന മീൻ എന്ന് പറഞ്ഞാൽ 13 ആണ്. അപ്പൊ ഇതേ മെത്തേഡ് തന്നെ നമ്മൾ രണ്ടാമത്തെ ക്ലസ്റ്ററിലും അപ്ലൈ ചെയ്യുന്നു. മീനിൽ നിന്നും ഒന്നാമത്തെ ഡേറ്റ പോയിന്റുമായിട്ടുള്ള ഡിസ്റ്റൻസ്, മീനിൽ നിന്നും രണ്ടാമത്തെ ഡേറ്റ പോയിന്റുള്ള ഡിസ്റ്റൻസ്, ഇതെല്ലാം കണക്കാക്കി കഴിഞ്ഞ് നമ്മൾ എറർ റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? ഈ 2 ക്ലസ്റ്റേഴ്സിന്റെയും ഡിസ്റ്റൻസുകൾ എല്ലാം കൂടെ നമ്മൾ ആഡ് ചെയ്ത് വെച്ചു. ഇപ്പൊ നമുക്ക് 2 ക്ലസ്റ്റർ ഫോം ചെയ്തതിൽ നിന്നും 196 എന്ന് പറയുന്നതാണ് എറർ റേറ്റ് ആയിട്ട് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ ഒന്നാമത്തെ ഐട്രേഷൻ കഴിഞ്ഞു. രണ്ടാമത്തെ ഐട്രേഷൻ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ അൽഗോരിതത്തിനകത്ത് പറയുന്നുണ്ട് ക്ലസ്റ്ററിനകത്തെ ഡേറ്റ ഒബ്ജക്റ്റുകൾ തമ്മിൽ ചേഞ്ച് ചെയ്തിട്ട് പുതിയ ക്ലസ്റ്റർ ഫോം ചെയ്യുക, പുതിയ മീൻ കണ്ടുപിടിക്കുക, ആ മീനിൽ നിന്നും ഡേറ്റ ഒബ്ജക്റ്റുകളുടെ ഡിസ്റ്റൻസ് കണക്കാക്കുക. അപ്പൊ നമ്മളിവിടെ രണ്ടാമത്തെ ഐട്രേഷനകത്ത് 2 പുതിയ ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്തു. അവിടെ നമ്മൾ എന്ത് ചെയ്തു? 8 എന്ന് പറയുന്ന ഡേറ്റ ഒബ്ജക്റ്റിനെ, അതായത് ഈ ക്ലസ്റ്ററിനകത്ത് കിടന്ന ഡേറ്റ ഒബ്ജക്റ്റിനെ നമ്മൾ ഇങ്ങോട്ട് മാറ്റി. അതുപോലെ തന്നെ ഈ ക്ലസ്റ്ററിനകത്ത് ഡേറ്റ ഒബ്ജക്റ്റുകളുടെ എണ്ണം 3 ആയിട്ട് കുറയുകയും ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? ഈ 4 കൂടെ കൂടിയിട്ട് നമ്മൾ മീൻ കണ്ടുപിടിച്ചപ്പോൾ 3.5 വന്നു. ഈ 3 കൂടെ കൂട്ടിയിട്ട് മീൻ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് 14.67 വന്നു. അപ്പൊ ആ മീനിൽ നിന്നെല്ലാം നമ്മുടെ ഡേറ്റ ഒബ്ജക്റ്റുകൾ മൈനസ് ചെയ്ത് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. ഇനി ആ ഡിസ്റ്റൻസുകൾ എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? എറർ റേറ്റ് കണ്ടുപിടിച്ചു. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം
കാര്യം രണ്ടായിട്ട് തന്നെയാണ് ക്ലസ്റ്റേഴ്സിനെ ഫോം ചെയ്തിരിക്കുന്നത്. പക്ഷേ എറർ റേറ്റ് കുറവ് എവിടെയാണ് വന്നിരിക്കുന്നത്? 189.67 എന്ന് പറയുന്നത് നമ്മുടെ രണ്ടാമത്തെ ഐട്രേഷനകത്താണ് എറർ റേറ്റ് കുറവ് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ കെ മീൻസ് എന്ന് പറയുന്ന അൽഗോരിതം യൂസ് ചെയ്ത് നമ്മൾ എടുക്കേണ്ട ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? എറർ റേറ്റ് കുറവുള്ള ക്ലസ്റ്റർ ഏതാണോ ആ ക്ലസ്റ്ററിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് ആയിട്ട് എടുക്കേണ്ടത്. അപ്പൊ ഇതിനെ നമ്മൾ ഔട്ട്പുട്ട് ആയിട്ട് എടുക്കുവാന്ന് വിചാരിച്ചോ. നമ്മുടെ ക്ലസ്റ്ററിന്റെ മീനിങ് തന്നെ എന്താണ്? ഒരു ക്ലസ്റ്ററിനകത്ത് വരുന്ന ഡേറ്റ ഒബ്ജക്റ്റുകൾ തമ്മിൽ ഹൈ സിമിലാരിറ്റി വരണം, അതുപോലെ രണ്ട് ക്ലസ്റ്റേഴ്സ് തമ്മിലുള്ള ഡേറ്റ ഒബ്ജക്റ്റുകൾ തമ്മിൽ ലോ സിമിലാരിറ്റി ആയിരിക്കണം. ഇപ്പൊ ഇവിടെ നോക്കിക്കേ, 1ഉം 2ഉം 3ഉം തമ്മിലുള്ള ഡിഫറൻസ് അല്ല 8ഉമായിട്ട് ബാക്കി ഡേറ്റ ഒബ്ജക്റ്റുകൾക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ 9ഉം 10ഉം തമ്മിലുള്ള ഡിഫറൻസ് അല്ല 25ഉമായിട്ട് വരുന്നത്. അപ്പം ഈ ക്ലസ്റ്ററിനകത്ത് 8 എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു നോയിസ് അല്ലെങ്കിൽ ഔട്ട്ലെയറും, അതുപോലെ ഇവിടുത്തെ 25 എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ഔട്ട്ലെയർ അല്ലെങ്കിൽ നോയിസും ആണ്. അപ്പൊ കെ മീൻസ് എന്ന് പറയുന്ന മെത്തേഡ് അത്ര എഫക്റ്റീവ് അല്ലെന്നാണ് പറയുന്നത്. എങ്ങനെ വരുമ്പം ഔട്ട്ലെയേഴ്സ് അല്ലെങ്കിൽ നോയിസ് കൂടുതലായിട്ട് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ക്ലസ്റ്ററിനകത്ത് നമ്മൾ എടുക്കുന്ന ഡേറ്റകളുടെ വാല്യൂ കൂടുന്നതനുസരിച്ച് മീൻ വാല്യൂവിന് ചേഞ്ച് വരും. മീൻ വാല്യൂവിന് ചേഞ്ച് വന്നാൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിഫറൻസിന് വ്യത്യാസം വരും. ആ ഡിഫറൻസിന്റെ വ്യത്യാസം എവിടെയും വരും? എറർ റേറ്റിനകത്തും വരും. അപ്പൊ നമുക്ക് കറക്റ്റ് വാൾഡ് ആയിട്ടുള്ള ക്ലസ്റ്റേഴ്സിനെ ഫോം ചെയ്യാനായിട്ട് കെ മീൻസ് കൊണ്ട് പറ്റത്തില്ല. ഇത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ കെ മെഡോയിഡ്സ് എന്ന് പറയുന്ന പുതിയൊരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാല് നമ്മള് നേരത്തെ കെ മീൻസിനകത്ത് പറഞ്ഞായിരുന്നു, നമ്മൾ ആർബിട്രറി നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഒരു ഡേറ്റാനെ ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് ഓരോ ഡേറ്റയ്ക്കും നമ്മൾ ഒരു സെന്റർ പോയിന്റ് കണ്ടുപിടിക്കുന്നു. ആ സെന്റർ പോയിന്റ് എന്ന് പറഞ്ഞാല് മീൻ ആണെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാല്, കെ മെഡോയിഡ്സിനകത്ത് നമ്മൾ സെന്റർ പോയിന്റ് മീൻ കണ്ടുപിടിക്കുന്നില്ല. പകരം എന്ത് ചെയ്യുന്നു? നമ്മൾ ആർബിട്രറി നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്യുന്നു. ഡി എന്ന് പറയുന്ന ഡേറ്റയിൽ നിന്നും കെ എന്ന് പറയുന്ന നമ്പർ ഓഫ് പാർട്ടീഷൻസ് വെച്ച് നമ്മൾ ക്ലസ്റ്റേഴ്സ് ഫോം ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ക്ലസ്റ്ററിനകത്തെ ഒരു ഡേറ്റ ഒബ്ജക്റ്റിനെ നമ്മൾ റെപ്രസെന്റേറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നു. എന്നിട്ട് ആ റെപ്രസെന്റേറ്റീവ് ഒബ്ജക്റ്റിൽ നിന്നും ബാക്കിയുള്ള ഡേറ്റ ഒബ്ജക്റ്റുകൾക്കുള്ള ഡിസ്റ്റൻസ് നമ്മൾ കണക്കാക്കുന്നു, അല്ലെങ്കിൽ ഡിഫറൻസ് കണക്കാക്കുന്നു. അത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ അതിൽ നിന്നും ഒരു എറർ റേറ്റ് കണ്ടുപിടിക്കും. ആ എറർ റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇവിടെ ഈ മെത്തേഡ് തന്നിരിക്കുന്നത്. നമ്മൾ സ്ക്വയേർഡ് എറർ കെ മീൻസിനകത്ത് ചെയ്ത പോലെ തന്നെ ഇവിടെ കെ മെഡോയിഡ്സിനകത്ത് എറർ റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് അബ്സല്യൂട്ട് എറർ ക്രൈറ്റീരിയ എന്ന് പറയുന്ന മെത്തേഡ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ തന്നിരിക്കുന്നതിൽ OI എന്ന് പറയുന്നതാണ് റെപ്രസെന്റേറ്റീവ് ഡേറ്റ ഒബ്ജക്റ്റ്. അതുപോലെ പി എന്ന് പറയുന്നതാണ് നമുക്ക് ഏതുമായിട്ടാണോ കമ്പയർ ചെയ്യേണ്ട ഡേറ്റ ഒബ്ജക്റ്റ്, അതാണ് പി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു ക്ലസ്റ്ററിനകത്ത് ഒരു ഡേറ്റ ഒബ്ജക്റ്റിനെ നമ്മൾ റെപ്രസെന്റേറ്റീവ് ഡേറ്റ ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നു. ആ ഒബ്ജക്റ്റുമായിട്ട് ബാക്കിയുള്ള ഒബ്ജക്റ്റുകളുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു. ആ ഡിസ്റ്റൻസുകളെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. എന്നിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്ന എന്താന്ന് ചോദിച്ചാൽ, ഈ റെപ്രസെന്റേറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ട് എടുത്തതല്ലാതെ മറ്റൊരു റാൻഡം ഒബ്ജക്റ്റിനെ കൂടി നമ്മൾ റെപ്രസെന്റേറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നു അടുത്ത ഇറ്ററേഷനിൽ. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഈ റാൻഡം ഒബ്ജക്റ്റും പി എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഡേറ്റ ഒബ്ജക്റ്റുമായിട്ടുള്ള ഡിസ്റ്റൻസ് കണക്കാക്കുന്നു. അതിന്റെ എറർ റേറ്റ് കണ്ടുപിടിച്ച് വെക്കുന്നു. ഇനി നമ്മൾ ആദ്യമേ എടുത്ത OI എന്ന് പറയുന്ന റെപ്രസെന്റേറ്റീവ് ഒബ്ജക്റ്റ് കണ്ടുപിടിച്ച എറർ റേറ്റും രണ്ടാമത് നമ്മൾ റാൻഡമായിട്ട് എടുത്ത ഒരു ഡേറ്റയും തമ്മിലുള്ള എറർ റേറ്റും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കുന്നു. എന്നിട്ട് ഏതിനാണോ എറർ റേറ്റ് കുറവ് വരുന്നത്, അതായത് നമ്മൾ ആദ്യമേ OI എന്ന് പറഞ്ഞ് എടുത്ത റെപ്രസെന്റേറ്റീവ് ഒബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എറർ റേറ്റ് ആണോ കുറവെങ്കിൽ അതിനെ തന്നെ ആ ക്ലസ്റ്ററിനകത്തെ OI തന്നെ റെപ്രസെന്റേറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ട് നിലനിർത്തിയിട്ട് അതുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഡേറ്റ ഒബ്ജക്റ്റുകളെല്ലാം കൂടെ കൂട്ടി ഒരു ക്ലസ്റ്റർ ആയിട്ട് ഫോം ചെയ്യുന്നു. ഇനി നമ്മൾ OI എന്ന് എടുത്ത റെപ്രസെന്റേറ്റീവ് ഒബ്ജക്റ്റിന്റെ എറർ റേറ്റ് കൂടുതലാണെങ്കിൽ, അതായത് നമ്മൾ രണ്ടാമത് റാൻഡം ആയിട്ടൊരു ഡേറ്റ ഒബ്ജക്റ്റ് എടുത്തല്ലോ, അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം റാൻഡമായിട്ട് എടുത്ത ഡേറ്റ ഒബ്ജക്റ്റുമായിട്ട് മറ്റു ഡേറ്റകൾ കമ്പയർ ചെയ്യുമ്പം അതിനാണ് ഡിസ്റ്റൻസ് കുറവെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആദ്യം എടുത്ത റെപ്രസെന്റേറ്റീവ് ഒബ്ജക്റ്റിനെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ റാൻഡമായിട്ട് എടുത്ത വേരിയബിളിനെ പുതിയ റെപ്രസെന്റേറ്റീവ് ആയിട്ട് സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ റെപ്രസെന്റേറ്റീവ് ആയിട്ട് അടുത്തുള്ള ഡേറ്റ ഒബ്ജക്റ്റുകളെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് നമ്മളൊരു ക്ലസ്റ്റർ ഫോം ചെയ്യുന്നു. അപ്പൊ ഇതാണ് ഇവിടെ നടക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ. ഇനി ഇതിന്റെ അൽഗോരിതത്തിന്റെ വർക്കിംഗ്സ് അടുത്ത പേജിൽ തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ OI എന്ന് പറയുന്നത് റെപ്രസെന്റേറ്റീവ് ഒബ്ജക്റ്റും പി എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ഒരു പർട്ടിക്കുലർ
ഡേറ്റ ഒബ്ജക്റ്റും. എറർ റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഇക്വേഷൻ ആണ് ഇത്, ഓർത്ത് വെക്കണം. ഇനി കെ മെത്തോഡിനകത്തെ ഒരു വേരിയേഷൻ ആണ് പാം എന്ന് പറയുന്ന അൽഗോരിതം. അതിന്റെ വർക്കിംഗ് വേരിയബിൾസ് കൂട്ടിക്കൊടുത്താണ് തന്നിരിക്കുന്നത്. അടുത്ത പേജിൽ അതിന്റെ വർക്കിംഗ് നോക്കാം. ഇവിടെ എക്സാമ്പിൾ ആണ് ആദ്യം തന്നിരിക്കുന്നത്, അതെങ്ങനെയാന്ന് നോക്കാം. ഇതൊരു ക്ലസ്റ്റർ ആണെന്ന് വിചാരിക്കുക. അതായത് നമ്മുടെ കൈവശം ഡി എന്ന് പറയുന്ന ഒരു ഡേറ്റാ സെറ്റ് ഉണ്ട്. ആ ഡേറ്റാ സെറ്റിനെ നമ്മൾ കെ ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഫോം ചെയ്യുന്നു. ഓരോ ക്ലസ്റ്ററിനും നമ്മൾ ഒരു പർട്ടിക്കുലർ ഡേറ്റ ഒബ്ജക്റ്റിനെ റെപ്രസെന്റേറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ ക്ലസ്റ്ററിനകത്തെയും റെപ്രസെന്റേറ്റീവ് ഒബ്ജക്റ്റും ബാക്കിയുള്ള നോൺ റെപ്രസെന്റേറ്റീവ് ഒബ്ജക്റ്റുമായിട്ടുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ആ ഒരു എറർ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നു. എന്നിട്ട് നമ്മൾ ആ ഒരു ക്ലസ്റ്ററിൽ നിന്ന് തന്നെ മറ്റൊരു ഡേറ്റ ഒബ്ജക്റ്റ് എടുത്തിട്ട് ആ ഡേറ്റ ഒബ്ജക്റ്റും ബാക്കിയുള്ള ഡേറ്റകളും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ആ ഒരു എറർ റേറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നു. ഇനി നമ്മൾ ആദ്യം എടുത്ത എറർ റേറ്റ് ആണ് കുറവെങ്കിൽ ആദ്യമേ നമ്മൾ എടുത്ത റെപ്രസെന്റേറ്റീവ് ഒബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റ ഒബ്ജക്റ്റുകളെ കൂട്ടി നമ്മൾ ക്ലസ്റ്റർ ഫോം ചെയ്യുന്നു. ഇനി നമ്മൾ രണ്ടാമത് എടുത്ത ഡേറ്റ ഒബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട എറർ റേറ്റ് ആണ് കുറവെങ്കിൽ അതിനെ നമ്മൾ പുതിയ റെപ്രസെന്റേറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലസ്റ്റേഴ്സിനെ ഫോം ചെയ്യുന്നു. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മൾ OJ എന്ന് പറയുന്നത് ഒരു റെപ്രസെന്റേറ്റീവ് ഒബ്ജക്റ്റ് ആണെന്ന് വിചാരിക്കുക. നമ്മൾ പർട്ടിക്കുലർ ആയിട്ട് ഒരു ക്ലസ്റ്ററിനകത്ത് ഒരു പോയിന്റ് ആണ് P എന്ന് പറയുന്നത്. അപ്പൊ എന്ത് കണക്കാക്കി? P എന്ന് പറയുന്നത് OJ-യുമായിട്ട് അടുത്താണോ, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കണക്കാക്കി അതൊരു വാല്യൂ കിട്ടിയെന്ന് വിചാരിക്കുക. ഒരു ഐറ്ററേഷൻ കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ ആ ക്ലസ്റ്ററിനകത്ത് തന്നെ മറ്റൊരു പോയിന്റ് എടുക്കുകയാണ്, ഓ റാൻഡം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ഐറ്ററേഷനകത്ത് എന്താ ചെക്ക് ചെയ്തത്? P എന്ന് പറയുന്ന പോയിന്റ് ഓ റാൻഡം ആയിട്ടുള്ള ഡിസ്റ്റൻസ് കണക്കാക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു അവിടെ? ഇനി P എന്ന് പറയുന്ന പോയിന്റ് ഓ റാൻഡം ആയിട്ടുള്ള ഡിസ്റ്റൻസ് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ആദ്യമേ എടുത്ത OJ-യെ തന്നെ റെപ്രസെന്റേറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ട് അതുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഡേറ്റകളെ എല്ലാം കൂടെ കൂട്ടി ഒരു ക്ലസ്റ്റർ ആയിട്ട് ഫോം ചെയ്യുന്നു. ഇനി അതല്ല, ഓ റാൻഡം ആയിട്ട് എടുത്തപ്പോഴാണ്, അതായത് പിയും ഓ റാൻഡവും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കുറവെങ്കിൽ ഓ റാൻഡത്തിനെ പുതിയ റെപ്രസെന്റേറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഈ P എന്ന് പറയുന്ന പോയിന്റിനെ ഓ റാൻഡത്തിലോട്ട്, അല്ലെങ്കിൽ ആ ഓ റാൻഡുമായിട്ട് ബന്ധപ്പെട്ട ക്ലസ്റ്ററിലോട്ട് ആഡ് ചെയ്യുന്നു. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇവിടെ റാൻഡം ഒബ്ജക്റ്റുമായിട്ട് ഡിസ്റ്റൻസ് കുറവുള്ളതാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? OJ-നെ മാറ്റിയിട്ട് ഓ റാൻഡത്തിനെ പുതിയ റെപ്രസെന്റേറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്നതാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം എടുത്ത OJ തന്നെയാണ് ഡിസ്റ്റൻസ് കുറവുള്ളത്, അതുകൊണ്ട് ഇതിനെ തന്നെ റെപ്രസെന്റേറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ട് മാറ്റിയിരിക്കുന്നു. ഇനി ഇങ്ങനെ വരുന്ന കേസിൽ OJ അല്ലാതെ ഓരോ ക്ലസ്റ്ററിനകത്തും ഒരുപാട് റെപ്രസെന്റേറ്റീവ് ഒബ്ജക്ട്സ് വരാം. അപ്പൊ ആ റെപ്രസെന്റേറ്റീവ് ഒബ്ജക്ട്സ് ആയിട്ട് ഡേറ്റ ഒബ്ജക്റ്റുമായിട്ടുള്ള ഡിസ്റ്റൻസ് കണക്കാക്കുന്നു. എന്നിട്ട് ഡിസ്റ്റൻസ് കുറവുള്ളത് ഏതാണോ ആ ഒരു ഡേറ്റാനെ റെപ്രസെന്റേറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യുന്നു. അങ്ങോട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്ന ഡേറ്റാനെ ആ ക്ലസ്റ്ററിലോട്ട് ആഡ് ചെയ്യുന്നു. ഇനി അതാണ് ഇവിടെ തന്നിരിക്കുന്നത്, വാല്യൂവിന്റെ കാര്യം. ഇനി അടുത്ത പേജിലാണ് നമ്മുടെ അൽഗോരിതം തന്നിരിക്കുന്നത്. നമ്മുടെ അൽഗോരിതം ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ യൂസർ കൊടുക്കുന്ന ആർബിട്രറി നമ്പർ ഓഫ് പാർട്ടീഷൻസ്, ഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡേറ്റ സെറ്റ്, ഔട്ട്പുട്ട് കിട്ടുന്ന നമുക്ക് കുറേയധികം ക്ലസ്റ്റേഴ്സ്. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഡി എന്ന് പറയുന്ന ഡേറ്റ ഒബ്ജക്റ്റിനെ കെ ഒബ്ജക്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ കെ പാർട്ടീഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓരോ പാർട്ടീഷനകത്തും എന്തുണ്ട്? ഒരു റെപ്രസെന്റേറ്റീവ് ഒബ്ജക്റ്റ് ഉണ്ട്. നമ്മൾ അടുത്ത സ്റ്റെപ്പിനകത്ത് എന്ത് ചെയ്യുന്നു? റെപ്രസെന്റേറ്റീവ് ഒബ്ജക്റ്റും നമ്മുടെ ഒന്നാമത്തെ ക്ലസ്റ്ററിനകത്തെ ബാക്കി ഡേറ്റ ഒബ്ജക്റ്റുകളുമായിട്ടുള്ള ഡിസ്റ്റൻസ് നമ്മൾ കണക്കാക്കുന്നു. അത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ആ ഒരു എറർ റേറ്റ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇനി ആ ക്ലസ്റ്ററിനകത്തെ തന്നെ മറ്റൊരു പോയിന്റ്, റാൻഡം പോയിന്റ് നമ്മൾ എടുക്കുന്നു. ആ ഡേറ്റയുമായിട്ട് ആ ക്ലസ്റ്ററിനകത്ത് വരുന്ന ബാക്കി ഡേറ്റകളുമായിട്ടുള്ള ഡിസ്റ്റൻസ് കണക്കാക്കുന്നു. അതും സ്റ്റോർ ചെയ്ത് വെക്കുന്നു. എന്നിട്ട് അതിനെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. ആ എറർ റേറ്റിനെയാണ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇനി കണ്ടുപിടിക്കുന്ന എറർ റേറ്റ് സീറോയെക്കാട്ടിലും കുറവാണെങ്കിൽ, അത് മീൻ ചെയ്യുന്ന എന്താണ്? നമ്മൾ രണ്ടാമതെടുത്ത ഓ റാൻഡത്തിനാണ് ഡിസ്റ്റൻസ് കുറവ്. അന്നേരം നമ്മൾ ആദ്യം എടുത്ത OJ-യെ ഓ റാൻഡം ആയിട്ട് ഇന്റർചേഞ്ച് ചെയ്യുന്നു. ഇനി അതല്ലെങ്കിൽ നമ്മൾ ആദ്യം എടുത്ത OJ-യെ തന്നെ നമ്മൾ റെപ്രസെന്റേറ്റീവ് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നു. എന്നിട്ട് അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന ഡേറ്റകളെ ആയിരിക്കും ആ ഒരു ക്ലസ്റ്റർ ആയിട്ട് ഫോം ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ കെ